അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കക്കാടംപോയിക്കാണ്. അപ്പോൾ കക്കാടംപോയിൻ്റെ ഓഫ് റോഡാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറി തുടങ്ങി പകുതി ആയപ്പോൾ തന്നെ നല്ല മഴ പെയ്തു. അപ്പോൾ നടക്കാൻ മടിയില്ലോൽക്ക് ഇവിടെ ജീപ്പിൽ ട്രക്കിങ് ചെയ്യുക. പക്ഷേ അതിൻ്റെ കക്കാടംപോയിൻ്റെ ഏറ്റവും ടോപ്പിക്കൊന്നും പോകാൻ പറ്റൂല. സെൻറ്റർ വരെയുള്ളൂ ട്രക്കിംഗ് ഉണ്ടാവുക. അതിന് ഒരാൾക്ക് 200 രൂപ വേണ്ടി വരും. അപ്പോൾ ഒരുപാട് പേര് ജീപ്പിലാണ് ട്രക്കിങ് നടത്തുന്നത്. നമ്മൾ നടന്നുകൊണ്ടാണ് പോകുന്നത്. കാരണം നടന്നു പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളും ഒരുപാട് സംസാരിച്ച് ഒരുപാട് കോമഡികളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിക്കൊണ്ട് നല്ല വൈബോട് കൂടി നടന്നു പോകുമ്പോൾ ക്ഷീണമൊന്നും അറിയില്ല. മൈൻഡും ശരീരമൊക്കെ റീഫ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതുപോലത്തെ ഓരോ യാത്രകളൊക്കെ നല്ലതാണ് കേട്ടോ. ചില യാത്രകളൊക്കെ ഒരുപാട് സമയം എടുക്കാതെ പെട്ടെന്നുണ്ടാകുന്ന യാത്രകളൊക്കെ. ആ യാത്രകളാണ് ഏറ്റവും മനോഹരമായാണ് നമുക്ക് തോന്നും ചെയ്യാം. അതുകൊണ്ട് തന്നെ കൂടുതൽ സേഫ്റ്റിക്കായിട്ട് നമ്മൾ റെയിൻ കോട്ടുകളോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. പെട്ടെന്നുണ്ടായ ഒരു ടൂറാണിപ്പോൾ ഇത്. പിന്നെ ഇവിടെ എത്തിച്ചേരാനുള്ള റോഡുകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ റോഡുകളാണ്. കുഴികളോ കുണ്ടുകളോ ഒന്നും ഇല്ലാത്ത നല്ല റബ്ബറൈസർ റോഡുകൾ തന്നെയാണ്. അപ്പോൾ ബൈക്കായാലും കാറായാലും ഇതിൻ്റെ സ്പോട്ട് എത്തോളം ഏകദേശം ആ മലയുടെ അടിവാരം വരെ നല്ല അടിപൊളി റോഡുകൾ. അപ്പോൾ കോടമഞ്ഞ് കൊണ്ട് തന്നെ കൂടുതൽ ഒന്നും ക്യാമറയിൽ പകർത്താൻ പറ്റുന്നില്ല കേട്ടോ. അടിപൊളി സ്പോട്ടാണ് പറഞ്ഞാൽ നല്ല അടിപൊളി സ്പോട്ടാണ്. നല്ല റീൽസും അതേമാതിരി ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. കമ്പനി അടിച്ച് പോകാൻ പറ്റിയ ഏറ്റവും നല്ല അടിപൊളി സ്പോട്ടിൽ ഒന്നാണിത്. ഇവിടെ സ്റ്റേ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ റിസോർട്ടുകളും അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് റിസോർട്ടുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തിയാൽ കാണാൻ പറ്റുന്ന വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ വ്യൂ ആണ്.